ബിജുവിന് സിനിമയിൽ അഭിനയിക്കാൻ ഓഫർ വന്നില്ലേ? തീർച്ചയായിട്ടും. എന്നാ ചെയ്യാഞ്ഞേ? സിനിമയിൽ എന്ന് വെച്ചാൽ ഒന്നാമത്തെ എനിക്ക് അഭിനയത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അതൊന്ന് രണ്ട് പ്രോജക്റ്റ് വന്നത് രണ്ടും ഒരാൾ വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ് ലെനിൻ രാജേന്ദ്രൻ ചേട്ടൻ. ലെനിൻ്റെ മഴ എന്ന ഫിലിം, പിന്നെ ബിജു തന്നെ ചെയ്തു, വേറെ ബിജു ചെയ്തു, പിന്നെ ഇതാ ഒരു സ്നേഹഗാഥ. അപ്പോൾ അത് ഞാനിങ്ങനെ മക്കളോട് പറയും, എടാ ഇങ്ങനെ ക്യാപ്റ്റൻ രാജുവേട്ടനാണല്ലോ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിലിമിൽ 2 പാട്ട് പാടിയിരുന്നു. അതിന് ശേഷമാണ് നായകൻ എൻ്റെ കാര്യമൊക്കെ ഡിക്ലെയർ ചെയ്യണത്. പൂജയ്ക്കൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതിനുശേഷം രാജുവേട്ടനെ വിളിച്ചത് പറഞ്ഞു, ഇങ്ങനെ മോനെ നീയാണ് എൻ്റെ പടത്തിലെ ഹീറോ എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറയാം ചേട്ടാ ഇങ്ങനെ, അപ്പോൾ എൻ്റെ കല്യാണം ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നൊരു ടൈമാണ്. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെയൊക്കെ ഈ റീസണും പിന്നെ പലതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഊരി പോകുന്നു. അപ്പോൾ ഞാൻ മക്കളോട് പറയും, എടാ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞ റോളാണ് പിന്നെ വിക്രം ചെയ്തത്. എന്നാൽ വിക്രം എവിടെ എത്തി, ഏത് ലെവലിലെത്തി. അല്ല, എനിക്കെന്ന് വെച്ചാൽ അങ്ങനെ ഒരു മെയിൻ റോള് കയറി ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. അതാണ് സത്യം. ബിജുവേട്ടാ ശരിക്കും എപ്പോഴും പറയുന്നില്ല, ബിജുവേട്ടന് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം, പ്ലീസിംഗ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം, അറ്റ്മോസ്ഫിയർ എപ്പോഴും നല്ലതായിട്ടിരിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൾഡ് ഈസ് ഓൾവേസ് ഗോൾ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ബിജുവേട്ടൻ പ്ലീസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയാം, ഫസ്റ്റ് സോങ് ഇല്ലേ, അത് പാടുമ്പോൾ ഭയങ്കര നല്ല 10 വെളുപ്പിന് ആയിക്കോട്ടെ. 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ശരിക്കും പറഞ്ഞാൽ ബിജുവേട്ടൻ്റെ ഭാഗ്യം എന്താണെന്നറിയാവോ, നമ്മുടെ രവീന്ദ്ര മാസ്റ്ററിൻ്റെ കൂടെയും എത്ര ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. തീർച്ചയായിട്ടും പറഞ്ഞ സത്യമാണ്. അതൊക്കെ ഒരു വലിയൊരു നിമിത്തവും ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. കാരണം ഇപ്പം എൻ്റെയൊക്കെ ഒരു പ്രായത്തിലുള്ള ഒരു പാട്ടുകാരന് പറ്റാത്ത സംഭവങ്ങളാണ്. ഇപ്പോൾ രവീന്ദ്ര മാസ്റ്റർ, ജോൺ ചേട്ടൻ, അല്ലെങ്കിൽ അതിന് മുമ്പ് തലമുറ, ഇപ്പോൾ ജയറാം മാസ്റ്റർ, അങ്ങനെയൊക്കെ 1-2 പാട്ടുകൾ ഉള്ളെങ്കിൽ പോലും അത് നമുക്കൊരു വലിയൊരു ലെസണാണ് നമുക്ക്. പിന്നെ MS വിശ്വനാഥ് സാറ്, AT ഉമർ സാറ്, ശ്യാം സാറ്, രാഘവ് മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, ഇളയരാജ സാർ, ഓക്കെ നമ്മളിപ്പോഴും സജീവമായിട്ടുള്ള. ശരിക്കും ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൂടെ ബിജുവേട്ടൻ്റെ കൂടെ ഉണ്ട്. അതാണല്ലോ ഇത്രയും വലിയ ലെജൻസിനോട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞുതരും. അത് ഒരു എന്താ പറയുക, ഒരുപാട് പറയാനുണ്ട്. കാരണം ഇവർ ഓരോരുത്തർക്കും ഓരോരോ ചിട്ടകളും ഓരോരോ സ്റ്റൈലുമാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇവരുടെ പല വർക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പഠിക്കും. അപ്പോൾ രാഘവ് മാസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ വളരെ സ്ട്രിക്റ്റാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വർക്കിന് ഇങ്ങനെ എറണാകുളത്തൊരു നാടകത്തിൻ്റെ റെക്കോർഡിങ്ങിനാണ്. അപ്പോൾ ഞാൻ ഓടി കിതച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കും പറഞ്ഞിരുന്ന 1 മണിക്കൂർ ലേറ്റായി. വേണ്ട പുറത്തു നിന്നോളൂ എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ആ വിഷമിച്ചിട്ട് പിന്നെ നമ്മളപ്പം മനസ്സിലാക്കുകയാണ് സമയത്തിൻ്റെ പങ്ക്ച്വാലിറ്റി എന്നുള്ളത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എത്രത്തോളം അനിവാര്യമാണ്. നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ജയറാം മാസ്റ്റർ വളരെ സ്ട്രിക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല. പിന്നെ അർജുനൻ മാസ്റ്ററും ഉമ്മറിക്കാന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് നേച്ചറായിട്ടുള്ള ആൾക്കാരാണ്. അത്ര നമ്മൾ തന്നെ വിചാരിക്കും അയ്യോ ഇത്രയും പാവം ആവാൻ പാടുണ്ടോ എന്ന് വരെ നമുക്ക് ചിലപ്പോൾ തോന്നും. അത്ര വളരെ ഡൗൺ ടു എർത്ത് വേണമെങ്കിൽ പറഞ്ഞു തരുന്ന കാര്യത്തിലും, പാട്ട് പറഞ്ഞു തരുന്ന കാര്യത്തിലും, പാടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ ഓരോരുത്തർക്കും. ഇപ്പോൾ രാജാ സാറാണെങ്കിലും പിന്നെ രാജാ സാറിൻ്റെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ തലേദിവസം നമുക്ക് ഉറക്കമില്ല. കാരണം എങ്ങനെയായിരിക്കും അദ്ദേഹം നമ്മളോട് പെരുമാറുക. പക്ഷേ ഇളയരാജ സാറ് ആണ്. സാറിന് അതിന് ഓരോ സമയത്ത് ഓരോ നേച്ചറാണ്, മൂഡാണ്. കാരണം വെച്ചാൽ പക്ഷേ ഭാഗ്യവശാൽ എനിക്കധികം ചീത്തയൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. ചീത്ത പറയും. ഞാൻ ഏറ്റവും ആദ്യം പാടുന്നത് ഈവൻ തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും രാജ സാറിൻ്റെ ഫസ്റ്റ് പാടുന്നത് അനുരാഗ് കൊട്ടാരം എന്ന് പറഞ്ഞ് വിനേട്ടൻ്റെ പടത്തിലാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് അന്ന് വേറെ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ആ റെക്കോർഡിംഗ് ലേറ്റായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ റെക്കോർഡിംഗ് ചെന്നപ്പോഴത്തേക്കും രാജസൻ്റെ റെക്കോർഡിംഗ് ചെന്നപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് എന്നെ കാണാതെ അദ്ദേഹം തന്നെ പാടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക രാജ സാറ്. അപ്പോൾ ബിജു വരും എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെന്ന് വിനേട്ടനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മറ്റേ റെക്കോർഡിംഗ് ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ ഇങ്ങനെ ഡോറൊക്കെ തുറന്നു, സ്റ്റുഡിയോൻ്റെ ഡോറൊന്ന് നോക്കുന്ന സീനെന്ന് വെച്ചാൽ പൂജ എല്ലാം കഴിഞ്ഞ് കൈതപ്പുറം തിരുമേനിയുണ്ട്, വിനേട്ടനുണ്ട്, പിന്നെ രാജസാറോട് നിൽക്കണം. രാജസാർ എന്നെ പാടാൻ പോവാം. അപ്പോഴാണ് എന്നെ കണ്ടു. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ വെച്ച് പാടിപ്പിക്കില്ലാന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ശരി എഴുതിയെടുത്തോളൂ എന്നിട്ട് പാട്ട് എഴുതി തന്നു. എന്നിട്ട് പറഞ്ഞു തരണം. പക്ഷേ പരീക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം പഠിച്ച് ടേക്ക് എന്ന് പറഞ്ഞ് ടേക്ക് എടുത്ത ശേഷമാണ് ഉടനെ അല്ല നമുക്ക് സെക്കൻഡ് ലൈൻ മാറ്റിക്കളയാം.
അത് പഠിച്ചിട്ട് അത് കഴിഞ്ഞ് ടേക്ക് കഴിയുമ്പോഴത്തേക്ക് അല്ല ഫോർത്ത് ലൈൻ നമുക്ക് ചേഞ്ച് പണലാം. അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഓൺ ദി സ്പോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ്. പക്ഷേ ഞാൻ എന്നിട്ട് കുഴപ്പമില്ല പാടി വെച്ചു. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഫിലിമിൽ ഫസ്റ്റ് ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോഴുള്ളൊരു വിരുദ്ധമായിരുന്നു. ഞാൻ ഇനി വേറെ ആരും കൊണ്ട് മാറ്റി പഠിപ്പിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് പടത്തിലുണ്ട്. പക്ഷെ അതിനുശേഷം ആ പടത്തിൽ വേറെ പാട്ടും കൂടി പാടിയിരുന്നു. അതൊരു വിരുദ്ധമായിരുന്നു. പിന്നെ ഡ്യുവറ്റായിട്ട് പാടിയത് സ്വർണ്ണലതയും ഞാനും കൂടി ഒരു സോങ്ങാണ്. വരി എനിക്ക് ഓർമ്മയില്ല. സാരമില്ല, കുഴപ്പമില്ല. നമുക്ക് വേറെ പാട്ട് വരുമല്ലോ. ഓർമ്മയുള്ള ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. രവീന്ദ്രൻ മാസ്റ്റർ ശരിക്കും ബിജുവേട്ടൻ്റെ അടുത്ത് ആ പാട്ട് പാടാൻ പറഞ്ഞതും രവീന്ദ്രൻ മാസ്റ്റർ ബിജുവേട്ടനെ കണ്ടതും ബിജുവേട്ടൻ തന്നെ പാടണം എന്നൊക്കെ പറയില്ലേ, ആ എക്സ്പീരിയൻസ്? അത് ശരിക്കും പറയുകയാണെങ്കിൽ വെങ്കലത്തിൽ ഞാൻ വരുന്നത് രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞിട്ടല്ല. ആക്ച്വലി ജോണി സഗരിക അദ്ദേഹം ആണ് എൻ്റെ പേര് പറയുകയും, പക്ഷേ മാഷിന് എൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ തന്നെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തു. കാരണം വെച്ചാൽ അമരം ഫിലിമിൻ്റെ ഫംഗ്ഷന് ഞാൻ പാടിയിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം അത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ വളരെ എളുപ്പമായി കാര്യങ്ങൾ. അപ്പോൾ ഉടനെ അദ്ദേഹം തന്നെ ഇവൻ്റെ പാട്ട് എനിക്ക് കേൾക്കണ്ട, അപ്പോൾ ഞാനൊരു സി ഡി ആയിട്ടാണ് പോണത് കേൾപ്പിക്കാനായിട്ട്. അപ്പോൾ കാരണം ജോണി ചേട്ടൻ്റെ തന്നെ ഒരു അയ്യപ്പൻ ഫുൾ സി ഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും കേൾക്കണ്ട, ഇവൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മാത്രമല്ല അവൻ എന്നിട്ട് ഡ്രസ്സ് ഇതല്ലേ ഒരു വെള്ള ജുബയും, അന്ന് നമ്മൾ കൂടുതലും ജുബയൊക്കെ ഇട്ടിട്ടാണ് സ്റ്റേജിൽ. ആ വെള്ള ജുബയിലെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ത്രില്ഡായി. കാരണം രവീന്ദ്ര മാസ്റ്ററെ പോലൊരു ആൾ നമ്മളുടെ കോസ്റ്റ്യൂം വരെയൊക്കെ മനസ്സിലാക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് മാഷാണ് അവിടെ SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ സ്റ്റുഡിയോ വിളിച്ച് ബ്ലോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് വന്ന് കണ്ട് പിറ്റേ ദിവസം തന്നെ പാടുന്നത് ഈ 10 വെളുപ്പിനുള്ള ഗാനം. പക്ഷെ പിന്നീട് മാസ്റ്റർ ഒരുപാട് സിനിമകളിൽ സീരിയൽ കാസറ്റിലൊക്കെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. ബിജുവേട്ടാ ഇപ്പം ഒരു പാടിയ പാട്ടുണ്ട് സത്യം ശിവം സുന്ദരത്തിൽ. അത് എനിക്ക് തോന്നുന്നു ആർക്കും ഇഷ്ടമല്ലാത്തൊരു പാട്ടല്ല, എല്ലാവർക്കും ടച്ചിങ് ആയിട്ടും ഏതൊരാൾക്കും ഒരു അച്ഛനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇങ്ങനെ എന്താ പറയാ സ്നേഹിക്കാത്തവർ പോലും സ്നേഹിച്ചു പോകും ആ വരികൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെ. ആ വരികൾ പാടിത്തന്നാൽ ഞാൻ പായസം തരാം. അപ്പൊ അത് പാടിയാൽ മാത്രമേ പായസം കിട്ടുള്ളൂ അല്ലേ. റാഗിങ്ങിന്റെ അവസാന ഘട്ടം ഇങ്ങനെ വിചാരിച്ച് പാടുകയാണ്. ആ പാട്ടിന് വേറെ കാര്യം വെച്ചാൽ അതും ഒരു നിമിത്തമാണ്, എല്ലാ നിമിത്തമാണ് എൻ്റെ ജീവിതത്തിലെന്ന് വിചാരിക്കുന്ന ആളാണ്. ഈ പൊതുവെ അമ്മമാരെ വർണ്ണിച്ചു കൊണ്ടിട്ടുള്ള പാട്ടുകളാണ് സിനിമയിൽ കൂടുതലും. ഒരുപാട് പാട്ടുകളുണ്ട്. അച്ഛനെ വർണ്ണിച്ചിട്ടുള്ള പാട്ട് വളരെ കുറവാണ്. അപ്പം അതും നമുക്ക് കിട്ടിയതും അത് എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെ നിൽക്കും എന്നുള്ളത് സത്യമാണ്. അപ്പം അതും ദൈവത്തോട് സത്യം പറയുന്നു. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെയുരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ, പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ. ബിജുവിനെ മതി ഇനി പാടല്ലോ, ഇനി ഞാൻ കരയും. എന്നാന്നറിയാവോ, ശരിക്കും നമ്മൾ ഇതേപോലെ ബിജുവിടെ പറയുന്ന സത്യമാണ്. നമ്മൾ അമ്മമാരെ കുറിച്ചാണ് കൂടുതൽ കേട്ടിട്ടുള്ളതും അമ്മമാരുടെ അടുത്താണ് നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ്. പക്ഷേ നമുക്ക് അച്ഛനോടൊരു സ്നേഹം ചില കുട്ടികൾക്ക് കൂടുതലാണ്, ചിലർക്ക് കുറവാണ്. പക്ഷെ കുറവുള്ളവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ വരികൾ വെച്ച് നമ്മുടെ അച്ഛനെ നോക്കിയാൽ ശരിക്കും നമ്മുടെ അച്ഛൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട്. അതൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഞാൻ ആലോചിച്ചാൽ ഞാൻ കരയും. ഞാൻ ബിജുവേട്ടന് പായസം കൊടുക്കട്ടെ. ബിജുവേട്ടാ ബോളിയുടെ കൂട്ടത്തിൽ കഴിക്കുന്നോ അതോ ബൗളിൽ കഴിക്കുന്നോ? ഞാൻ ബോളി അല്ല, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം. കല്യാണത്തിനാണെങ്കിലും ഒക്കെ ഞാൻ പായസം ഇവൻ പപ്പടം പോലും മിക്സ് ചെയ്യാറില്ല. അത് ഞാൻ ഈ ഇടയിലാട്ടോ, എന്നോട് ആശ ചേച്ചി വന്ന് പറഞ്ഞതിന് ശേഷമാന്നു ഞാൻ പപ്പടം മിക്സ് ചെയ്ത് കഴിച്ചിട്ടുള്ളത്. പക്ഷെ അത് നല്ല ടേസ്റ്റാ ബിജുവേട്ടാ. ആണ്, പക്ഷെ എനിക്ക് ഞാൻ ആ ഒരു ടേസ്റ്റിലോട്ട് അങ്ങനെ കയറിയിട്ടില്ല. അപ്പൊ എന്റെ വൈഫൊക്കെ പപ്പടം ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത്. പക്ഷെ എനിക്ക് എന്താ പറയുക, സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുമ്പോഴേ അതിൻ്റെ ശരിക്കുമുള്ള റിയൽ ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. അതിനൊപ്പം വേറെ ഇപ്പം എന്തെങ്കിലും മിക്സ് ചെയ്താൽ ഇത് നമുക്ക് സെപ്പറേറ്റ് വേറെ കഴിക്കാമല്ലോ, ഇത് കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ. ആ സത്യം. പക്ഷെ ഇതിനൊരു കോമ്പിനേഷൻ ഉണ്ട്, ബോളിയും പായസം എന്നാണ്. ഓ ശരി, ആണോ? അപ്പൊ ബോളി പൊട്ടിച്ചെടുത്ത് മുക്കി കഴിക്കാം. അങ്ങനെയല്ല സാധാരണ ചെയ്യുന്ന എങ്ങനെ അറിയോ, ഇലയില് നമ്മളെല്ലാം കഴിച്ചു കഴിയുമ്പോ ബോളി വെക്കും, അതിന്റെ മേളില് പാൽപ്പായസം ഒഴിക്കും, എന്നിട്ട് ഇത് രണ്ടും കൂടെ കുഴച്ച്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ആദ്യം ഇങ്ങനെ ചെയ്യാം. അഥവാ ബോളി ചോദിച്ചാലോ വിചാരിച്ചിട്ട് ഞാൻ കരുതി. താങ്ക് യു, കരുതലെന്ന് പറയണം. തീർച്ചയായിട്ടും.
സ്പൂണിലെടുത്തത് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി കഴിയുമ്പോഴേ അതിൻ്റെ റിയൽ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. സൂപ്പർ. ഞാൻ ആദ്യമായിട്ടാണ് പൈനാപ്പിൾ പായസം കഴിക്കുന്നത്. പായസം ഒരുപാട് കഴിച്ചിട്ടുണ്ട്, പായസം ഇഷ്ടമാണ്, പക്ഷേ പൈനാപ്പിൾ പായസം ആദ്യമായിട്ടാണ്. സൂപ്പർ. അപ്പൊ ഈ അനീതിയുടെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ടൈം കഴിച്ചല്ലോ, അപ്പൊ ഇനി എവിടെ കഴിക്കുമ്പോഴും ആദ്യം പറയുമല്ലോ എന്റെ കഴിച്ചതെന്ന്. തീർച്ചയായിട്ടും. എനിക്ക് ആക്ച്വലി പൈനാപ്പിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ഇഷ്ടമാണ്, ജ്യൂസ് ഉൾപ്പെടെ. പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കല്യാണത്തിന് പച്ചടി, പൈനാപ്പിൾ പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നേരെ സംബന്ധിച്ചാൽ എനിക്ക് ആദ്യമേ, അത് ചെറുപ്പത്തിൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഈ സാധനങ്ങളൊന്നും ഇഷ്ടമല്ലായിരുന്നു. ആകെപ്പാടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ വെജ് സദ്യ ആണെങ്കിൽ ഒരേ ഒരു ഐറ്റം ഇഷ്ടമുള്ളൂ, കൂട്ടുകറിയും. അതല്ല വേറെ ഒന്നും കഴിക്കാറില്ല. പിന്നീട് ഈയിടെ ഇപ്പോൾ കുറച്ച് നാളൊക്കെ ആയിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ കൈവച്ച് ഈ പൈനാപ്പിൾ പച്ചടിയുടെ ഒരു ഫാനായത്. കാരണം വെച്ചാൽ നമ്മൾ സദ്യക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, സദ്യയിൽ നമ്മളിപ്പോൾ കൂട്ടുകറി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഒഴിക്കുന്ന സാമ്പാർ, അങ്ങനെ ഒരുപാടെല്ലാം എരിവുമായിട്ടും ബന്ധപ്പെട്ടായിരിക്കും. പക്ഷേ മധുരമായിട്ട് പഴമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒറ്റ ഒരു ഐറ്റമേ കറിയായിട്ടുണ്ടാവുള്ളൂ. ശരിയല്ലേ? കാരണം വേറെ ഒന്നുമില്ല. അപ്പം നമ്മളെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിക്കുമ്പോഴത്തേക്ക് ഇതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും. അതാണ് അതിന്റെ സത്യം. വിഷുവിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ. വിഷു ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, എനിക്ക് വളരെ ചെറുപ്പം പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് തലമുറകൾ കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾക്കും എന്നേക്കാളും ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ അറിയാലോ, മെയിൻ വിഷുവിൻ്റെ ഒരു കാര്യം വെച്ചാൽ പടക്കം പൊട്ടിക്കില്ല എന്ന് വിചാരിക്കും, പക്ഷെ അതിലുപരി സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് മെച്ചപ്പെടുന്ന കാര്യമാണല്ലോ. ഞാൻ കണ്ടു, എനിക്ക് വിഷു കഴിഞ്ഞിട്ടാണ് തന്നെ. ഇതേപോലെയാണോ ബിജുവേട്ടൻ വീട്ടിലെല്ലാവരുടെ അടുത്തും പോക്കറ്റ് ഇല്ലാത്ത ഉടുപ്പിട്ടിട്ടാണ്? ഇല്ല. ഞാൻ വേറെ കാര്യം എന്ന് വെച്ചാൽ ചില സമയത്ത് ഞാൻ ഉണ്ടാവാറില്ല വിഷുവിന്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഞാൻ ചിലപ്പോൾ പോകുന്നതിന് മുമ്പ് വിഷു കഴിഞ്ഞിട്ടും കൊടുക്കും. പക്ഷെ മിക്കവാറും കഴിഞ്ഞിട്ട് വലിയ ഗ്യാപ്പില്ലാതെ വരികയാണെങ്കിൽ കഴിഞ്ഞ ശേഷം കൊടുക്കും. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ എൻ്റെ മോൻ ആക്ച്വലി ഇപ്പോൾ അവൻ കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂർ വീട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോയത്, ഒരു ഈസ്റ്ററിൻ്റെ അവധി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം എന്നെ വിളിച്ചിട്ട് പറയാം, അച്ഛാ വിഷുവിന് ഒരു 2 ദിവസം ലീവ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ വരട്ടെ. അപ്പം ഞാൻ പറയടാ, ഇപ്പോൾ 2 ദിവസം കാര്യമുള്ളൂ, അപ്പോൾ നീ വരുമ്പോഴത്തേക്കും നമ്മുടെ പോക്കറ്റാണ് കാര്യമാണ് തമാശയ്ക്ക് പറഞ്ഞു. അല്ലാച്ചാ എൻ്റെ പോക്കറ്റിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ഞാൻ വരണതെന്ന്. കാരണം വെച്ചാൽ അവനും അറിയില്ല, കാരണം അവനറിയാം ഇപ്പം നമ്മൾ 3-4 പേരൊക്കെ, ഇപ്പം ഞാൻ അല്ലെങ്കിൽ മുത്തച്ഛൻ അച്ചാച്ചൻ എന്നുള്ള പറഞ്ഞവരൊക്കെ എന്തായാലും കൊടുക്കും, അവർ മാസം കഴിഞ്ഞാലും കൊടുക്കും. പക്ഷെ അല്ലാത്ത കുറെ പേരൊക്കെ ചിലപ്പോൾ ആ വിഷുവിന് മാത്രമല്ല, അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അതങ്ങ് പോകും. അതെ അതെ. അവനിപ്പോൾ ഒരു വെറും 100 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപയെ പോലെ ബാംഗ്ലൂർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാം. അത് എല്ലാ കൊച്ചുമക്കൾക്കും ഉള്ള ഒരു കാര്യമാണ്. വിഷുവിന് ഇഷ്ടംപോലെ പൈസ കിട്ടും. ഈ കുഞ്ഞുനാളിലൊക്കെ ബിജുവേട്ടനൊക്കെ വിഷു കൈനീട്ടമൊക്കെ കിട്ടത്തില്ലേ? അപ്പൊ ഈ കിട്ടുന്ന കുറച്ച് സമ്പാദ്യമാണെങ്കിലും ബിജുവേട്ടന് ഏറ്റവും കൂടുതൽ ആ പൈസ വെച്ച് കരുതിയേക്കുന്നതാ? നല്ല ചോദ്യം. അല്ല ഞാൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ എമൗണ്ട് ഒന്നുമല്ലല്ലോ കിട്ടുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ഇൻസ്ട്രുമെന്റ് മേടിച്ചു, അതായത് ക്ലാരിനെറ്റ് പോലെ ഇരിക്കും. അങ്ങനെ ക്ലാരിനെറ്റ് എന്നാൽ എനിക്ക് അങ്ങനെയായിട്ട് വായിക്കാനൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഞാൻ പലയിടത്തും കണ്ടു എനിക്ക് മേടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് മേടിച്ചൊരു ഇൻസ്ട്രുമെൻറ്റ്. ശരിക്കും അതാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം അന്നും നമ്മളും ഈ ഫീൽഡായിരിക്കും നമ്മുടെ പ്രൊഫഷനായിട്ട് മാറുന്നതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അതാ പിള്ളേർക്ക് മ്യൂസിക്കിനോട് ഇഷ്ടമൊന്നുമില്ല ബിജുവേട്ടൻ? ഉണ്ട്. രണ്ടുപേരും പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരാളെ ബാംഗ്ലൂർ പോയിട്ട് പറ്റില്ല. പക്ഷെ മൂത്ത ആള് DJ ആണ്, ഇപ്പോൾ DJ ചെയ്യുന്നുണ്ട്, DJ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളി വെസ്റ്റേൺ സിംഗിങ് ആണ് ഇപ്പോൾ കൂടുതലും. രണ്ടാമത്തെ ആളെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവനിപ്പോൾ പതുക്കെ ചെറിയൊരു വെസ്റ്റേൺ ലൈനിലോട്ട് പോയി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ബിജുവേട്ടാ, നമ്മുടെ അബ്ദുൽ കലാം സർ വന്നപ്പം ബിജുവേട്ടനെ കാണാൻ പറ്റി. ആ ഒരു എങ്ങനെയാ അങ്ങനെ കാണാൻ പറ്റുമോ? എല്ലാവരും വിചാരിച്ചാൽ കിട്ടാൻ നോക്കുക. തീർച്ചയായിട്ടും അത് മറ്റൊരു ഭാഗ്യമുണ്ടോ, അത് ലൈഫിൽ ഉണ്ടായ മറ്റൊരു ഭാഗ്യമാണ്. കാരണം നമുക്കൊരുപാട് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്, പക്ഷേ നമ്മളെല്ലാവരും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അബ്ദുൽ കലാം സാറിൻ്റെ പേരാണ്, അല്ലേ? ഇന്നലെയും കൂടി ആലോചിച്ചോളൂ. കാരണം വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിൽ വരും. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, അദ്ദേഹം പണ്ട് ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഹിന്ദിയിൽ എഴുതിയൊരു കവിത മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ അർജുന മാസ്റ്റർ മ്യൂസിക് ചെയ്തിട്ട് ഞാൻ പാടിയിട്ട് ഒരു CD-യിൽ ഒറ്റ പാട്ടേ ഉള്ളൂ, അത് കൊടുത്തു. ദൈവമേ വിദ്യാദീപം തെളിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് ഉണ്ട് ആ പാട്ട്. അത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ആദ്യമായിട്ട് പ്രസിഡൻ്റായ ശേഷം ആദ്യം കേരളത്തിൽ വിസിറ്റ് ചെയ്ത സമയത്ത്. അപ്പോൾ എറണാകുളത്ത് ഒരു ദിവസമേ അദ്ദേഹം കേരളത്തിലുള്ളൂ. രാവിലെ എറണാകുളത്ത്, വൈകിട്ട് തിരുവനന്തപുരത്ത്, എന്നിട്ട് നൈറ്റ് ഫ്ലൈറ്റിന് പോവാണ്. അപ്പോൾ എറണാകുളത്ത് ഫംഗ്ഷൻ ഈ CD കിട്ടിയ ശേഷം അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് ഈ വണ്ടിയിലിട്ട് കേട്ടു. നമ്മളൊക്കെ ആണെങ്കിൽ കേൾക്കുമോ? അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഉടനെ പറഞ്ഞു, എനിക്ക് ഈ പാടിയ ആളെയും മ്യൂസിക് ചെയ്ത ആളെയും കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് പ്രോട്ടോകോൾ സെക്രട്ടറി ഇവിടുന്ന് വിളിച്ചു, പറഞ്ഞു ഇങ്ങനെ
പ്രസിഡന്റ് ബിജു നാരായണനെ മീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചില നാൾ സിനിമയിലെ കണ്ട പോലെ അവളുടെ അറിയിൽ പറഞ്ഞ പോലെ. അപ്പോൾ എനിക്ക് ആദ്യം അത്ര വിശ്വാസമായിട്ട് തോന്നുന്നില്ല നമ്മളതിനെ പറ്റിക്കാണോ. അപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ രാജ്ഭവനിലെ നമ്പർ തന്നു. തിരിച്ചു നോക്കിയപ്പോൾ രാജ്ഭവൻ നമ്പറാണ്, പ്രോട്ടോകോൾ സെക്രട്ടറിയും ഓഫീസ് സെറ്റപ്പാണ്. അപ്പോൾ ഉടനെ എറണാകുളത്തേയും പോകുന്നു. അപ്പോൾ വൈകിട്ട് 8 മണിക്കാണ് സമയം തന്നത്. അപ്പോൾ അർജുന മാസ്റ്റർ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി. എക്സൈറ്റഡ് ആയി ഇവിടെ എത്തി. അങ്ങനെ കണ്ടു. ഒരു 15 മിനിറ്റ് ഞങ്ങൾ ഇരുന്ന് ഒരുപാട് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം രുദ്രവീണ വായിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയും പിന്നെ എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും പാട്ട് 3-4 വരി പാടി. ഇതിപ്പോൾ അദ്ദേഹം എഴുതിയ പാട്ട് കേട്ടിട്ടാണ് ബിജുവേട്ടനെ വിളിച്ചത്. എന്നാൽ അദ്ദേഹം ആവശ്യപ്പെട്ട് പാടിയ ഏതെങ്കിലും ഒരു പാട്ടുണ്ടാവും? അല്ല, അദ്ദേഹം ഈ പാട്ടിന് ഒന്ന് പാടാൻ പറഞ്ഞു. ഇത് തന്നെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പാടിയാണെന്ന് സംശയം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പാടാമോ എന്ന് വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇതിന് വീഡിയോ എല്ലാം വീഡിയോയിലെടുക്കും, അദ്ദേഹത്തിന് ആവശ്യമുള്ളതൊക്കെ. എന്നിട്ട് അങ്ങനെ കൊണ്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും മാസ്റ്റർ അർജുന മാസ്റ്ററും അബ്ദുൽ കലാം സാറും ഒക്കെ ഞങ്ങളങ്ങനെ ഇരുന്ന് അത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എൻ്റെ രവീന്ദ്ര മാസ്റ്ററിനോട് പറഞ്ഞേടാ, നമുക്ക് പ്രസിഡന്റ് നിന്ന് നാഷണൽ അവാർഡ് മേടിക്കും. പക്ഷെ അത് ആ ഒരു 2 മിനിറ്റുള്ളിൽ കഴിയുന്ന സംഭവം. പക്ഷെ 10 നാഷണൽ അവാർഡ് കിട്ടിയത് തുല്യമാണ് ഈ ഒരു മീറ്റിംഗ്. ബിജുവിന്റെ ഫേവറേറ്റ് പാട്ട് ഏതാ? ഒരു മാപ്പിള ശീലമുള്ളൊരു പാട്ടുണ്ട്. അതൊന്ന് ബിജുവിനെ ടച്ച് ചെയ്ത ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. മുന്തിരിച്ചേലുള്ള പെണ്ണയൻ കൽവിയിലെ മുത്തിനു പേര് മൊഹബത്ത്, ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മൊത്തമായി നിൻ കവിളോരത്ത്, മുത്തമായി കവിളോരത്ത്. ബിജുട്ടാ, ഇത്രയും തിരക്കിന്റെ ഇടയിൽ വന്ന് ഞങ്ങൾക്ക് എനിക്കെന്നല്ല എൻ്റെ പ്രേക്ഷകർക്കും മനസ്സ് നിറഞ്ഞ് ഒരുപാട് വിഷു കൈനീട്ടം തന്നതിൽ ഐ എം സോ താങ്ക്ഫുൾ. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. ഞാൻ ഒരുപാട് കാണുന്ന ഒരു എപ്പിസോഡാണ് ഈ പ്രോഗ്രാം. അപ്പോൾ എന്താ പറയുക, അതിന് ഗസ്റ്റായിട്ട് വരാൻ കഴിഞ്ഞാലും കുറേ നാളുകൾക്ക് ശേഷം കാണാൻ പറ്റിയതിലും പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം.